ബാലവികാസ കേന്ദ്ര സമന്വയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ത്രിദിന ഹേമന്ത് ശിബിരത്തിന് മടിക്കെ ഏച്ചിക്കാനത്തെ വൃന്ദാവനം ബാലസദനത്തിൽ തുടക്കമായി. സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ബാലവികാസ കേന്ദ്ര സമന്വയ സമിതി കേരളത്തിന്റെയും സേവാഭാരതി കാഞ്ഞങ്ങാടിന്റെയും വൃന്ദാവനം ബാലസദനം ഏച്ചിക്കാനത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കായി ഹേമന്ത ശിബിരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 29 വരെയുള്ള 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി കാസർഗോഡ് ജില്ലാ CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രേണുകാദേവി തങ്കച്ചി ഉദ്ഘാടനം ചെയ്തു. ഭദ്രദീപ പ്രോജ്വലനമാണ് നിർവഹിക്കപ്പെടുന്നത്. മകളെ നമ്മുടെ ചില കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരമോ നല്ല ഭക്ഷണമോ ഒന്നും തന്നെ കിട്ടാത്ത കുറേയേറെ കുട്ടികൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് നമ്മൾ അറിയണം. അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാൻ നമ്മളും കൂടെ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാൻ കുറച്ച് പ്രാപ്തിയില്ലാത്തവരോ അല്ലെങ്കിൽ സ്വന്തമായി വീട്ടിൽ നിൽക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളാൽ സ്വന്തം വീടുകളിൽ നിൽക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്തരം ഫോമുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഗ്രാൻഡോട് കൂടിയിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഒരേ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അപ്പൊ ആ കുട്ടികളെ എവിടെയാണ് കൊണ്ടുവരുന്നത്? കേട്ടിട്ടുണ്ടോ? ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് KV ലക്ഷ്മണൻ അധ്യക്ഷനായി. പാർലമെന്റിൽ ഗംഭീര പ്രസംഗം നടത്തി കയ്യടി നേടിയ നോർത്ത് ഇന്ത്യക്കാരിയും വെള്ളിക്കോത്തെ താമസക്കാരിയുമായ കാശിഷ് മുകേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംഘാടകരുടെ ആദരവ് ഏറ്റുവാങ്ങി. JCI എലൈറ്റ് നീലേശ്വരത്തിന്റെ വകയായി പ്രസിഡന്റ് KS അനൂപ് രാജ്, സെക്രട്ടറി വിപിൻ ശങ്കർ എന്നിവർ ചേർന്ന് ബാലസദനത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൈമാറി. ഹോസ്തൃക ജനമൈത്രി പോലീസ് ഓഫീസർ KV പ്രദീപ് കുമാർ മൊബൈൽ യുഗത്തിൽ കുട്ടികളുടെ ജീവിതം എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചിത്രകലാധ്യാപകൻ രവീന്ദ്രൻ കൊട്ടോടി, ബാലഗോപാലൻ ഇരിയ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി സെക്രട്ടറി K ബാലകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പട്ടം പറത്തൽ മത്സരം, കായിക മത്സരങ്ങൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.